നമ്മൾ ഇന്നലെ ഒരു നൈറ്റ് 2:30 എണീറ്റ് കപ്പയും ചമ്മന്തി കഴിക്കണം കൊണ്ട് കപ്പയും ചമ്മന്തി കഴിച്ചിട്ട് കിടന്നുറങ്ങി. ഇപ്പോൾ 10:30 കഴിഞ്ഞാണ് കേട്ടോ രാവിലെ. ഇപ്പോഴാണ് നമ്മൾ എണീക്കണേ. സോ വെൽക്കം ടു എ ന്യൂ ഡേ. ഹലോ. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് കേത്തും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്നലെ ഉണ്ടാക്കിയാണ് നമ്മൾ ഈ ഇത്. ഞാൻ ഒന്നും കൂടി ഇന്നലെ വൈറ്റ് ആയിരുന്നു, ഞാനത് ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ടത് ഒന്നും കൂടി ഒന്ന് എലാബറേറ്റ് ചെയ്തു. ദെൻ പുട്ട്, പിന്നെ ചായയൊക്കെ തണുത്തിട്ടുണ്ട്. ഞാൻ എണീറ്റിട്ട് കുറച്ചു നേരമായി. നിങ്ങളെയൊക്കെ ഒന്ന് പൊക്കി എടുത്തിട്ട് വരാനായിട്ടൊരു സമയം എടുക്കും. ഇതിനെ ഞാൻ ഇപ്പൊ പാലൊക്കെ കൊടുത്ത് ഇരിച്ചാണ്. എവിടെ അന്ന് പാല് ഫുള്ള് കുടിച്ചിട്ടോ. എനിക്കിങ്ങനെ പൊക്കം കറക്റ്റ് ആവണം. ചീത്തോളപ്പോഴാണ് ഞാൻ കറക്റ്റായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അതായത് നമ്മുടെ നാട്ടിലെ ഇഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ വല്ല ബേക്കണോ ഓംപ്ലേറ്റോ അങ്ങനെ എന്തെങ്കിലും കഴിച്ച് ഞാൻ ഒതുക്കും. ചീത്തോള ദിവസങ്ങളിൽ നല്ല നല്ല കിട്ടുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാവും. പൂരിയൊക്കെ ഉണ്ടാവും ഇടയ്ക്ക്. എനിക്കിതേ പറ്റുള്ളൂ. എനിക്ക് സ്മൂത്തി എനിക്ക് ഇടയ്ക്ക് കഴിക്കാൻ പറ്റും, ഓട്സ് ഇടയ്ക്ക് എനിക്ക് കഴിക്കാൻ പറ്റും. പക്ഷെ ഓഫ് ഡേയുടെ അന്ന് എനിക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നതാണ് ഇഷ്ടം. സോ ഇന്ന് ആദ്യക്ക് പെയറാണ് തരുന്നത് മമ്മി. ഓക്കെ ഓക്കെ, ഇഷ്ടമാണ് മുത്തിനിത്. സോ ഇത് ഞാൻ കുക്കറിലിട്ട് ഒരു 2 വിസിലടിച്ച് മിക്സിയിലിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് ഒരു പ്യൂരി ഫോമിലാക്കിയിട്ട് കൊടുക്കും. ഇത് മാത്രം. ഇതിൻ്റെ കൂടെ ഞാൻ ഇടയ്ക്ക് ക്യാരറ്റ് ആഡ് ചെയ്യാറുണ്ട്, പക്ഷെ സംടൈംസ് അവന് ഇഷ്ടമല്ല. സോ ഇന്നിപ്പോൾ ഞാൻ ഇത് മാത്രം ഒന്ന് കൊടുത്തു നോക്കാന്ന് കരുതി. ഒന്ന് പിടിച്ച കൈ നല്ലതാണോ? ഇതൊന്ന് കട്ട് ചെയ്ത് എങ്ങനെ വേണേലും കട്ട് ചെയ്തിടാം, അടിക്കാം. ആദ്യത്തെ പ്യൂരി എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ പെയർ നന്നായിട്ട് കുക്ക് ചെയ്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തത്. കടിക്കാൻ പറ്റില്ല. സൈഡിലേക്ക് പോകണ്ട്. അവിടെ ഒരു കീത്തിന്റെ പ്യൂപ്പിനെ വെച്ചു കൊടുത്തു. കീത്തിന്റെ പ്യൂപ്പിയാണ് അത്. അവൻ അതിനെ നോക്കിയിരിക്കണം. അതിനെ കടിക്കാൻ നോക്കണേ ഈ കൊച്ചെന്താ. രണ്ടുപേരൊക്കെയുള്ള കുഴപ്പമില്ല. എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് കളിപ്പിച്ചിട്ടൊക്കെ കൊടുക്കാനായിട്ട് പറ്റും. ഒറ്റയ്ക്ക് ഒരാളാവുമ്പോ നമുക്ക് അതിന് കുറച്ച് ടെക്നിക്സ് ഉണ്ട്. പാട്ട് വെക്കണം, കുറച്ച് സ്റ്റെപ്സ് മൂവ്മെന്റ്സ് ഒക്കെ നമ്മൾ ചെയ്യണം. നല്ല ആദ്യം കഴിക്കല്ലോ അല്ലെ. അലക്സ പ്ലേ സം മലയാളം സോങ്സ്. തള്ള എന്തിനുള്ള പുറപ്പാടാണ് ഈ തള്ള, എന്തിനുള്ള പുറപ്പാടാണ്. നമ്മളപ്പോ ഇന്ന് വേറെ പരിപാടിയൊന്നും ഇല്ല. അപ്പോൾ നമ്മളൊന്ന് തുലിപ് ഗാർഡൻ വരെ കാണാമെന്ന് വിചാരിച്ചിട്ട്, തുലിപ് ഗാർഡൻ കാണാനായിട്ട് പോവാന്ന് വിചാരിച്ച് അതിനൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ റെഡി ആയിട്ടുണ്ട്. എന്റെ ഫ്രണ്ട് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. പോവാ, നമുക്ക് പോവാതി. ഇവന്റെ സാധനങ്ങളൊക്കെ എടുത്തില്ലേ? സോ നമ്മൾ റെഡിയായി. ഷൂ ഒക്കെ ഇവിടെ കിടക്കണം. അതെന്റെ ജിമ്മിൽ പോയി വിട്ടാണ്. സോൾ സെറ്റ് 12 മണിക്ക് പോകണമെന്നോ? 1:30 ആയിട്ടുള്ളൂ. ഗൈസ്, എനിക്ക് ഒരു ചെയിൻ ഗിഫ്റ്റ് ചെയ്തതാണ്. ഇവള് മാൾട്ടി പോയൊക്കെയായിരുന്നു. ഒരു സോളോ ട്രിപ്പൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുകയാണ് ചേച്ചി. നൈസ് അല്ലേ? നമുക്കൊരു ദിവസം ഗേൾസ് ട്രിപ്പ് പോകണം. ഇത് ടാണിക്ക് സ്മെല്ലൊക്കെ വരുന്ന ഒരു സംഭവം. സോ ഇവിടുന്ന് ഒരു 50 മിനിറ്റ്സ് ഡ്രൈവ് ഉണ്ട്. പിന്നെ ലൂട്ടനിന്ന് നമ്മളുടെ ഒരു ഫ്രണ്ട് കൂടി വരുന്നുണ്ട്. എല്ലാവർക്കും ഇന്നൊരു ഓഫ് ഡേ ഒത്തു കിട്ടിയോണ്ട് അങ്ങനെ പോവാന്ന് കരുതി. ആദ്യം ഇറങ്ങിയ നമ്മള് ഭയങ്കര സ്റ്റിൽ. അയ്യോ, ഞാനിത് ഇവിടെ വന്നിട്ട് നമ്മൾ ട്യുലിപ്സ് കണ്ടിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ ഒരു ഗാർഡൻ ആയിട്ടൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. നമ്മൾ അന്യ മൂവില് കാണുമ്പോ നമ്മൾ വിചാരിച്ചിരുന്നു നമ്മളിവിടെ പോകുന്നൊക്കെ. ഏറ്റവും വലിയത് ഉള്ളത് നെതർലാൻഡ്സിലാണ്. എന്ത് ഞാൻ ഇവിടേക്ക് പോകും ഞാൻ വിചാരിച്ചിരുന്നു. തേങ്ങ എന്നിട്ടാണ് അങ്ങനൊന്നും വിചാരിച്ചിട്ടുണ്ടാവില്ല. ഞാൻ ആഗ്രഹിച്ചിരുന്നു ഇവിടേക്ക് ഒന്ന് പോവാൻ പറ്റിയിരുന്നെങ്കിൽ. സോ ഫൈനലി നമ്മൾ ഓൾമോസ്റ്റ് ലൂട്ടിന് എത്താറായിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ലിഡിൽ കയറണം, എന്തെങ്കിലും ഒരു സ്നാക്സ് വാങ്ങണം, അല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും. അപ്പൊ നമ്മള് ലിഡിൽ നിന്ന് എന്തെങ്കിലും വാങ്ങാന്ന് കരുതി ഇറങ്ങിയിട്ടുണ്ട്. സോ പക്ഷെ ഇത് ഇട്ടിട്ട് നല്ല രസമുണ്ട് കേട്ടാ.
ഞാൻ എന്നിട്ടുള്ള ഗ്ലാമർ അല്ലേന്ന്. ഇനി എന്തോരം ടൈം ഉണ്ട് തുറന്നു വെച്ചിട്ട് പോകണം. 12 minutes. നമ്മളിവിടെ എത്തി ഇറങ്ങാൻ പോവാണിപ്പോ. അജു ഓൾറെഡി ഇറങ്ങി ഓടി. അപ്പൊ ഇതാണ് കാർ പാർക്കിൽ എത്തി. നമ്മള് ആദ്യം സെറ്റ് ആക്കിയിട്ടുണ്ട്. എല്ലാം എടുത്തില്ലേ? കണ്ടല്ലോടാ. നമുക്ക് പോവാം. നമുക്ക് പോയിട്ട് ടിക്കറ്റ് എടുക്കാനുള്ള വഴികളൊക്കെ നോക്കട്ടെ. നമ്മള് ഭയങ്കര സെറ്റപ്പൊക്കെ ചെയ്താ വന്നേ, പക്ഷെ തണുപ്പുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ കൈ കരുതിയിരുന്നൊരു ജാക്കറ്റ് എടുക്കണ്ടേ. അങ്ങനെ നമുക്കിതേ സീലൊക്കെ അടിച്ചിട്ടുണ്ട്. അതെ മാജിക്. പക്ഷെ നമ്മളിവിടെ ഇങ്ങനെ ഒരു സംഭവമൊക്കെ ആരോ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മോട് എടുക്കാൻ പറഞ്ഞവര് നമ്മളോട് ഫോട്ടോ എടുക്കണമെങ്കിൽ എടുത്തോളൂ എന്നൊക്കെ പറഞ്ഞപ്പോ നമ്മള് കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. കാണാന് എന്തായാലും നന്നായിട്ടാ. നമുക്ക് ഇവിടെ നിന്ന് ഫോട്ടോ എടുത്തോളാൻ പറഞ്ഞ് സെറ്റ് ചെയ്തത്. അവരെ ഫോട്ടോ ഷൂട്ട് എന്തായാലും കഴിഞ്ഞു. അപ്പൊ നമ്മളോട് എടുത്തോളാൻ പറഞ്ഞു. അജോണം സെറ്റ് ആക്കിയാണ്. നല്ല അടിപൊളി ഫോട്ടോസ് എടുത്ത് കൊടുത്തോണ്ട് ആ കൊച്ചിന്. കൊച്ചല്ല, പ്രായം തോന്നും. വണ്ടി എടുത്തോ. ഇത് അതിന് സ്വന്തമായിട്ട് ഡ്രൈവർ വരെ ഉണ്ട്. ആദി എങ്ങനെയുണ്ട്? സെറ്റല്ലേ? ഞങ്ങൾക്ക് ഇച്ചിരി ഇതെങ്ങനെ ഇടിച്ചെന്നായോനാ. പക്ഷെ അതിന്റെ ഉള്ളിലൊന്നുമില്ല. അജുന് ജോബായിട്ടാ. നീ എന്റെ ഒഫീഷ്യൽ വീഡിയോഗ്രാഫറാണെന്ന് മാറുന്നുണ്ട്. അജുന് ജോലി കിട്ടി. വലിയ തിരക്കൊന്നുമില്ല ഇവിടെ. നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിരുന്നില്ല ഇവിടെയൊക്കെ വരാൻ പറ്റുന്നു. പക്ഷെ വെരി ബ്യൂട്ടിഫുൾ ടു സീ. കീത്തു കാറിന്റെ ഇതിന്റെ ഷോക്ക് അബ്സർവ് കൂട്ടാ. ഞങ്ങൾക്ക് ചെറുതായിട്ട് വിശന്ന് തുടങ്ങുന്നുണ്ട്. അപ്പോൾ കീത്തുതേ ഫോർമുല സെറ്റ് ചെയ്യുന്നുണ്ട്. വാവ്, ഭയങ്കര ഭംഗിയായിട്ടത് അടുത്തുനിന്ന് കാണുമ്പോൾ. ശരിക്കും ഒരു പ്ലാസ്റ്റിക് പോലെ തോന്നും നമുക്കിതിനെ നോക്കുമ്പോൾ. പക്ഷെ പ്ലാസ്റ്റിക് അല്ല. വാവ്, എന്താ പൊന്നോ. അമ്മയുടെ മുത്തുവ, അമ്മയുടെ അമ്മയുടെ പൊന്നു പാടാം. ഞങ്ങൾ എവിടെ പോകുമ്പോൾ കൊണ്ടിരുന്ന ബോക്സ് ആണ്. ഇതിലാണ് ഫോർമുല സെറ്റ് ചെയ്ത് വലിയ ബോക്സ് ആയി ചിരിക്കുന്നൊക്കെ അറിയാം. എന്താ നീ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം നമ്മൾ ലൈഫിൽ ഒരിക്കലും വിചാരിച്ചില്ല നമ്മളൊരു ആക്ച്വലി ഗാർഡനിൽ വരുന്നൊക്കെ. പക്ഷെ അതിനുള്ള ഒരു ലക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായി. ആൻഡ് ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. പല കളേഴ്സും. കോഫി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതേ കോഫി കുടിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഫോട്ടോ സെക്ഷൻ കാര്യങ്ങൾക്കൊക്കെ ഉള്ള ഇത് കണ്ടോ, ഇതൊക്കെ നൈസായിട്ടില്ലേ. ഒരു ആർട്ട് കാര്യങ്ങളൊക്കെ അവർ ചെയ്താകണം കേട്ടോ. നൈസായിട്ടില്ല കേട്ടോ. ഒരു ചില്ലി ബൊട്ടീക്ക് എക്സിറ്റ് തന്നെയാണ്. കേറിയാ എക്സിബിഷനാണ്. നമുക്ക് വാങ്ങിക്കാൻ പറ്റും. നമ്മൾ ട്യൂലിപ്പ് ഗാർഡനൊക്കെ കണ്ട് കഴിഞ്ഞിറങ്ങി. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ? അതെ അതെ. നമ്മൾ കുറെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ആദ്യം ഇറങ്ങി. നമ്മൾ ഫുഡ് കൊണ്ടുവന്നിരുന്നു, പക്ഷെ ഇവിടെ ഇരുന്ന് കഴിക്കുന്നില്ല. കുറച്ച് വിൻഡിയാണ്, കുറച്ച് തണുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ വീട്ടിൽ പോയിട്ട് കഴിക്കും. ഓവൻ കൊണ്ടുവന്നില്ല ചൂടാക്കാനായിട്ട്. 17 പൗണ്ടാണ് ഒരു ടിക്കറ്റിന്. സോ അത്രയൊക്കെ ഉള്ളൂ. എന്തായാലും നൈസ് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ ഈ വ്ലോഗ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ. വീണ്ടും സന്ധിക്കുന്നത് വരെ വണക്കം.